ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മതനിരപേക്ഷത എന്ന വാക്കിന്റെ പിറവിക്ക് മുൻപ് ആ ആശയത്തെ പ്രതിനിധാനം ചെയ്ത ഒരു ജനവിഭാഗമാണ് ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂപ്രദേശത്തുണ്ടായിരുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ സെക്യുലറിസം എന്ന വാക്കൊരു ആധുനിക വാക്കാണ്. ആയിരത്താണ്ട് വർഷങ്ങളുടെ പഴക്കം ഒരുപക്ഷെ ആ വാക്കിനുണ്ടാവില്ല. എന്നാൽ ആ വാക്കിന്റെ പിറവിക്കും മുൻപ് ആയിരക്കണക്കിന് വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാലും അന്നത്തെ സമൂഹം, നമ്മുടെ ഈ ഭൂപ്രദേശത്ത് അധിവസിച്ച സമൂഹം മതനിരപേക്ഷത എന്ന ആശയത്തെ ഉൾക്കൊണ്ടിരുന്നു എന്ന് കാണാൻ പറ്റും. ശൂരനാട് കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിന്റെ പേര് മാത്രമല്ലെന്നും, മറിച്ച് തൊഴിലാളികളുടെ മഹത്തായ പോരാട്ടത്തിന്റെ വീര്യം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരിടമാണ് എന്നും നമ്മുടെ നാട് ശരിയായി തിരിച്ചറിയുന്നുണ്ട്. സത്യത്തിൽ ലോകത്തിനും ഇന്ത്യക്കും മാതൃക എന്ന പോലെ കേരളം ഇന്ന് ഈ കാണും വിധം വളർന്നു വന്ന് നിൽക്കുമ്പോൾ ഇന്നലകളിലെ ഏതേത് അഗ്നിസാഗരങ്ങൾ നീന്തിക്കടന്നാണ് ഇന്നത്തെ ഈ നിലയിൽ എത്തിയതെന്ന് പലരും ഓർമ്മിക്കാറില്ല. ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ നാട്. സ്വാമി വിവേകാനന്ദന്റെ വിശേഷണം താതാലയമെന്നാണ്. അദ്ദേഹം ഷൊർണൂരിലാണ് വന്ന് തീവണ്ടി ഇറങ്ങിയത്. അന്ന് കേരള സംസ്ഥാനമില്ല. വേണമെങ്കിൽ മലബാർ എന്ന് പറയാവുന്ന ഒരു പ്രദേശത്ത് അദ്ദേഹം കടന്നു വന്നതാണ്. അന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വിശേഷണം നമ്മുടെ നാടിന് ലഭിച്ചത്. ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാനാവാത്തത്ര ജാതിജന്യ മേധാവിത്വത്തിന്റെ എല്ലാ ഉച്ചനീചത്വങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഇന്ന് കേരളം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂപ്രദേശമാകെ എന്നതാണ് സത്യം. ആ കാലം അത്ര വിശദമായി ഇവിടെ സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചരിത്രത്തിലെ ഒരു സന്ദർഭം അവിശ്വസനീയമാണ്. അത് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് 936 എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ കാലത്ത് പോലും നമ്മുടെ നാട്ടിൽ 2 തരം മലയാളം ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നെഴുതിയത് EMS ആണ്. കേരളം എന്ന സംസ്ഥാന രൂപീകരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഊർജം പകർന്ന ഒരു തലക്കെട്ടായിരുന്നു അതെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ ഭാഷയാണ്, പ്രധാനമായും മലയാളം. മലയാളത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പാടിപ്പുകഴ്ത്താത്ത കവികളുമില്ല. എന്നാൽ 2 തരം മലയാളം നിലനിന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട് എന്ന് ആ കാലത്തിന്റെ ചരിത്രം നമ്മോട് ഇന്നും വിളിച്ചു പറയുന്നു. 2 തരം മലയാളം. സാധാരണക്കാർ, തൊഴിലാളികൾ, ദളിതർ, അവരെല്ലാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു മലയാളം. എന്നാൽ സവർണജന്മി തമ്പുരാക്കന്മാരുടേതായ രാജകുടുംബാംഗങ്ങളുടേതായ സാധാരണക്കാർക്ക് വിലക്കപ്പെട്ട മറ്റൊരു ആഢ്യ മലയാളം. അതെല്ലാം ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഒരാൾ മരിച്ചാൽ നമ്മൾ മരിച്ചു എന്നാണ് പറയുക. ഞാനൊരു മരണ വീട്ടിൽ പോയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. പത്രത്തിൽ ആ വാർത്ത അച്ചടിച്ചു വരുമ്പോൾ അന്തരിച്ചു എന്ന് നമ്മൾ എഴുതും. അതൊരു ഇത്തിരി പരിഷ്കരിച്ച മലയാളമാണ്, അത്രയും. മരണ വാർത്തകൾ മാത്രം അച്ചടിക്കുന്ന പേജിന് നമ്മൾ ചരമ പേജ് എന്ന് പറയും. അത് മറ്റൊരു വാക്ക്, അത്രയേ ഉള്ളൂ. എന്നാൽ ചിലർ നിര്യാതനായി എന്ന് പറയും. അത് വേറൊരു വാക്ക്. മരണം, ചരമം, നിര്യാണം, അന്തരിക്കൽ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കേട്ടുപരിചയിച്ച വാക്കുകൾ. ഇപ്പൊ സമാധി എന്നൊരു വാക്കും കൂടി ഇതിനൊപ്പം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. കേരളത്തെ എല്ലാ നേട്ടങ്ങളുടെയും കാലഘട്ടത്തിൽ നിന്നും ഇരുളിൽ തളച്ചിടാൻ ശ്രമിക്കുന്ന ശക്തികൾ സജീവമാണ് എന്ന ജാഗ്രതയോടുകൂടിയ ഒരു ഓർമ്മപ്പെടുത്തലായി മാത്രമേ നമുക്കിപ്പോ അത് കാണാൻ പറ്റൂ. അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടായിരുന്നില്ല മനുഷ്യന്റെ മരണത്തെ പോയ കാലം അടയാളപ്പെടുത്തിയിരുന്നത്. മരിച്ചയാൾ ഒരു സവർണ ജന്മി തമ്പുരാൻ, രാജകുടുംബാംഗമൊക്കെ ആണെങ്കിൽ അതിനെ അടയാളപ്പെടുത്തുന്ന വാക്കുകൾ വേറെയാണ്. കാലം ചെയ്തു, കേട്ടിട്ടില്ലേ? കാലം ചെയ്തു. കാറ്റുപോയി എന്നാണ് മലയാളം. പക്ഷെ കാലം ചെയ്തു എന്നേ പറയും. കാലത്തിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. വലിയവന്റെ മരണത്തെ അങ്ങനെ പറയണം. നാടു നീങ്ങി എന്ന് പറയും. നാടു നീങ്ങി. നാടിനല്ല കുഴപ്പം, നീങ്ങിയത് ആളാണ്. പക്ഷെ പറയുമ്പോ അങ്ങനെ പറയണം. അതാണ് ചരിത്രം. തീപ്പെട്ടു എന്ന്, തീ പിടിച്ചു മരിച്ചതല്ല, സാധാരണ മരണമായിരിക്കും. എന്നാൽ സാധാരണക്കാരനായ ഒരു തൊഴിലാളി, ഒരു ആദിവാസി, ഒരു പട്ടികജാതിക്കാരൻ മരിക്കുമ്പോ ചാത്തൻ നാടു നീങ്ങി എന്ന് പറയും. ചാത്തൻ കാലം ചെയ്തു ഇല്ല, ചാത്തൻ ചത്തു എന്നേ പറയും. പട്ടി ചത്തു, പശു ചത്തു, ചാത്തൻ ചത്തു. അങ്ങനെ ഇങ്ങനെ ദൈനംദിന ജീവിതത്തിലെ നിത്യവ്യവഹാരങ്ങൾക്കെല്ലാം 2 തരം പദാവലികൾ ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ നാട്. 1000 ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ ആ ഉദാഹരണങ്ങളുടെ ധാരാളിത്തത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം, അന്ന് ഉപ്പ് എന്ന് പറയാനുള്ള അധികാരം, അവകാശം സവർണന് മാത്രമേ ഉണ്ടായിരുന്നു. ഉന്നത കുലജാതർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. ആ കാലത്താണ് 1936 ഒറ്റപ്പാലത്തിനടുത്ത് ഒരു പലചരക്കു കടയിൽ ചെന്ന് 16 വയസ്സ് മാത്രം പ്രായമായ ഒരു ബാലൻ, ഒരു ഈഴവ ബാലൻ, ശിവരാമൻ എന്നാണ് അവന്റെ പേര്. അവൻ പറഞ്ഞു, ഒരു റാത്തൽ ഉപ്പ് വേണം. വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. കാരണം അന്നോളം ഈ മലയാളക്കരയിൽ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നിവർന്നു നിന്ന് ഉപ്പ് വേണം എന്ന് പറഞ്ഞിട്ടില്ല.
ഉപ്പെന്ന് പറയാൻ അവകാശമില്ല, പുളിക്കുന്നത് എന്ന് വേണം പറയാൻ. കടയിൽ പോയിട്ട് ഓച്ചാനിച്ച് മുട്ടുമടക്കി നട്ടല് വളച്ച് തല കുനിച്ച് നിന്ന് ഇച്ചിരി പുളിക്കുന്നത് വേണമെന്ന് പറഞ്ഞാൽ ഉപ്പ് കിട്ടും. കിട്ടുന്ന ഉപ്പ് തന്നെ, പക്ഷെ അങ്ങനെ വേണം പറയാൻ. അവിടെയാണ് ഒരു ചെറുപ്പക്കാരൻ നിവർന്നു നിന്ന് ഉപ്പ് വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അവിടുത്തെ ജന്മി പ്രമാണിമാർ, സവർണ മാടമ്പിമാർ ഈ ധിക്കാരം പുറത്തില്ല. ഒടുവിൽ ഈ ബാലനെ അവിടെ അടുത്തൊരു തൂണിൽ പിടിച്ചു കെട്ടി അടിച്ചു കൊന്നു എന്നാണ് ചരിത്രം. അതാണ് ഈ കേരളത്തിന്റെ. ഉപ്പ് എന്ന മലയാള പദം ഉച്ചരിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ശിവരാമന്റെ നാടാണ് നമ്മുടെ നാട്. ആ ഒറ്റപ്പാലത്ത് നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്ന സ്ഥലത്തിന്റെ പേരാണ് ഷൊർണൂർ. ആ ഷൊർണൂരിലാണ് വിവേകാനന്ദൻ വന്നിറങ്ങിയത്. വിവേകാനന്ദൻ ഇത് കേട്ടിട്ടും അല്ല. പക്ഷെ അതിവിചിത്രമായ ജാതീയമായ ആചാരങ്ങൾ, ഉച്ചനീചത്വങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുള്ള മതപരിവർത്തനം, ഇത്തരത്തിലുള്ള പലജാതി കാര്യങ്ങൾ, ഇതൊക്കെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത് ഭ്രാന്താലയമാണ്, ഇവിടുത്തുകാരൊക്കെ ഭ്രാന്തന്മാരാണ്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്മിത്വത്തിന്റെ കൂടി ഭാഗമാണ്. ജാതിജന്യ മേധാവിത്വവും സാമ്രാജ്യത്വവും അന്ന് കൈകോർത്താണ് നിന്ന്. സാമ്രാജ്യത്വ വിരുദ്ധമായ സമരങ്ങളേറിയ പങ്കും അന്ന് ജന്മിത്വ വിരുദ്ധം കൂടിയാണ്. ജന്മിമാർക്കെതിരായ സമരങ്ങൾ സാമ്രാജ്യത്വത്തിനുമെതിരാണ്. അത്തരം എണ്ണിയാലൊടുങ്ങാത്ത 100 സമരങ്ങളിലൂടെയാണ് നാം ഇന്ന് കാണുന്ന വിധത്തിലെങ്കിലും ഒരു നാടായി, ഒരു സമൂഹമായി പരിണമിച്ചു വന്നത്. അങ്ങനെ തീക്ഷ്ണമായ സമര പോരാട്ടങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ശൂരനാട് സംഭവവും ഉണ്ടാവുന്നത്. അപ്പോഴേക്ക് കാലം കുറച്ചുകൂടി മുൻപോട്ട് പോകും. വൈക്കം സത്യാഗ്രഹം 924-ലാണ്. ഞാൻ ആ ചരിത്ര വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകും. അതിന്റെ ഒരു സംയുക്തിക തുടർച്ചയായാണ് ഗുരുവായൂർ സമരം ഉണ്ടാവും. 36 കാലഘട്ടമാകും. 948 പാലിയം സമരം ഉണ്ടാവും. ഇതൊരു സ്വാഭാവിക തുടർച്ചയാണ്. 924 വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പ്രവർത്തനം സജീവമായി നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ടില്ല. പക്ഷെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പരിസരത്ത് നിന്ന് ഊർജം സ്വീകരിച്ചാണ് സാക്ഷാൽ കൃഷ്ണപിള്ള ദേശീയ പ്രസ്ഥാനത്തിലേക്കും വിപ്ലവ പ്രസ്ഥാനത്തിലേക്കുമെല്ലാം വളർന്നു വരുന്നത്. എന്നാൽ അതിന്റെ ഒരു അടുത്ത ഘട്ടമായി 36 ഗുരുവായൂർ സമരമാകുമ്പോഴേക്ക് കോൺഗ്രസിനകത്തെ സോഷ്യലിസ്റ്റ് വിഭാഗം, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാൽ പ്രചോദിതരായവർ, കൃഷ്ണപിള്ളയും AK എല്ലാം സമരത്തിന്റെ നേതൃത്വമായി മാറും. 48 പാലിയം സമരമാകുമ്പോഴേക്ക് സമര നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാവും. AG വേലായുധൻ രക്തസാക്ഷിത്വം വരിച്ചത് ആ സമരത്തിലാണ്. മനുഷ്യന്റെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്, വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള. അങ്ങനെ എത്ര സമരങ്ങൾ. ഒരു ഘട്ടത്തിൽ ഇന്ത്യ സ്വതന്ത്രയാവും. അതുവരെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയിരുന്നത് പ്രധാനമായും ബ്രിട്ടനാണ്. ബ്രിട്ടന്റെ നേതൃത്വത്തിലാണ് എത്ര കമ്മ്യൂണിസ്റ്റുകാർ തുറങ്കിലടക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ കോൺഗ്രസിൽ ബോംബെയിൽ 1ാം പാർട്ടി കോൺഗ്രസ് ചേർന്നു. അതിൽ പങ്കെടുത്ത പ്രതിനിധികളിൽ മഹാഭൂരിപക്ഷവും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചവരായിരുന്നു എന്നതാണ് ചരിത്രം. ആ കാലത്ത് ബ്രിട്ടന്റെ ആക്രമണത്തിന് വിധേയരായവർ, രക്തസാക്ഷിത്വം വരിച്ചവർ, തുറങ്കിലടയ്ക്കപ്പെട്ടവർ, നാടുകടത്തപ്പെട്ടവർ, എണ്ണിയാലൊടുങ്ങാത്ത നിരവധി സഖാക്കൾ. ആ ത്യാഗനിർഭരമായ ഒരു കാലം 47 ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോകുന്നു. ബ്രിട്ടനിൽ നിന്ന് ആ കമ്മ്യൂണിസ്റ്റ് വേട്ട ഏറ്റെടുത്തത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. രാജ്യവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് വേട്ട കൂടുതൽ ഊർജിതമായി തുടരുകയാണ് ഉണ്ടായത്. 48-ലാണ് ഒഞ്ചിയം 8 സഖാക്കളെ പോലീസ് വെടിവെച്ചു കൊല്ലും. കമ്മ്യൂണിസ്റ്റ് എന്ന് തിരിച്ചറിയുന്നവരെയെല്ലാം വെടിവെച്ച് കൊല്ലുക. 2 പേർ മർദ്ദനത്തിലും കൊല്ലപ്പെട്ടു. 10 പേരാണ് ഒഞ്ചിയത്തെ രക്തസാക്ഷി. 48 50-ലാണ് പാടിക്കുന്നത്. വ്യാജ ജാമ്യത്തിലെടുത്തവരെയാണ് പോലീസ് വെടിവെച്ചു. കള്ളജാമ്യം, കള്ളക്കേസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കള്ളക്കേസിനെ തുടർന്ന് കള്ളജാമ്യം എന്ന് വെച്ചാൽ കള്ളക്കേസിൽ പ്രതി ചേർത്ത് ജയിലടച്ച സഖാക്കളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അറിയാതെ, സഖാക്കൾ അറിയാതെ പോലീസ് തന്നെ വ്യാജമായി ജാമ്യത്തിലിറങ്ങി. എന്നിട്ട് വെടിവെച്ചു. ദൈവമ്പയാരും കുട്ടിയാപ്പയും ഗോപാലനും അവരാണ് പാടിക്കുന്ന് രക്തസാക്ഷി. 950 അതേ 950-ലാണ് സേലം ജയിൽ വെടിവെയ്പ്. വടക്കേ മലബാറിലെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത സഖാക്കൾ ഏതാണ്ടെല്ലാം മലയാളികൾ, 1-2 പേരേ ഉള്ളൂ മലയാളികളല്ലാത്ത. സേലം ജയിലിലാണ് അടച്ചത്. അവിടെ വെച്ച് വെടിവെച്ചു. ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി എന്ന് ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ, ഇന്ത്യ റിപ്പബ്ലിക്കായതിന്റെ 15 നാൾ പിന്നിട്ട ദിവസമാണ് സേലം സെൻട്രൽ ജയിലിന്റെ അനക്സിൽ വെച്ച് 22 പേരെ വെടിവെച്ചു. മിനി ജാലിയൻ വാലാബാഗ് എന്നാണ് അറിയുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സമാനമായ ഒരു അനുഭവം വേറെ ഉണ്ടാകില്ല. പോലീസിന്റെ കസ്റ്റഡിയിൽ ജയിലിൽ അങ്ങ് വെടിവെച്ച് കൊല്ലുകയാണ് 22. ആ 950-ലാണ് ശൂരനാട് സംഭവത്തിന്റെ സംക്ഷിപ്തം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാലം 7.5 പതിറ്റാണ്ട് കടന്നു. ശൂരനാട് സംഭവത്തിന്റെ സാക്ഷികൾ ഒരുപക്ഷെ ഇന്ന് അധികം ആളുകൾ നമ്മോടൊപ്പം ഉണ്ടാവില്ല. വളരെ ചുരുക്കം പേരെ ഒരുപക്ഷെ. അത് കഴിഞ്ഞുള്ളൊരു തലമുറയാണ് നമ്മളല്ല. ശൂരനാട് സംഭവം
വേണ്ട വിധത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ചിലയിടത്തെല്ലാം പരാമർശിക്കപ്പെടുന്നത് ഉള്ളന്നൂർ കുളത്തിലെ മീൻ പിടിക്കാനുള്ള അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം, അതിന്റെ ഭാഗമായിട്ടുണ്ടായ സംഭവങ്ങൾ. അങ്ങനെ നാം പറയുന്നത് ശൂരനാട് സംഭവത്തെ ചുരുക്കിക്കാണലായി, ആ ചരിത്രത്തെ ചുരുക്കിക്കാണലായി. യഥാർത്ഥത്തിൽ നാടിന്റെ സ്വത്ത് കൈവശപ്പെടുത്തി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ജന്മിത്വത്തിനെതിരായ ഒരു നാടിന്റെ പ്രതിരോധമാണ്, മഹത്തായ പോരാട്ടമാണ് ശൂരനാട് സംഭവം. മഹാത്മാഗാന്ധി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് സാമ്രാജ്യത്വത്തിനെതിരായ സമരത്തിന്റെ ഭാഗമായാണ്. അതിനെ ഒരു ഉപ്പിന്റെ പ്രശ്നമായി കണക്കാക്കാൻ പാടില്ല. അതൊരു പ്രതീകമാണ്. സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ മനോഹരമായ ഒരു പ്രതീകം എന്ന നിലയിലാണ് ഉപ്പു സത്യാഗ്രഹം വളർന്നത്. നാടിന്റെ സ്വത്തായ ഒരു കുളം, ഉള്ളന്നൂർ കുളം. കാലങ്ങളായി ഈ നാടിന്റെ ഒരു രീതി, അവിടുത്തെ മത്സ്യം കൂട്ടായി പിടിക്കുക എന്നത് ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ നാടിന്റെ സ്വത്ത് കൈവശപ്പെടുത്തി ജനങ്ങളെ ആട്ടിയകറ്റിയ ജന്മിത്വത്തിനെതിരായ മഹത്തായ പ്രതിഷേധ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ശൂരനാട് സംഭവത്തിന്റെ തുടക്കം കുറിച്ച ആ സമൂഹ മത്സ്യബന്ധനം ഉണ്ടാവുന്നത്. അത് ധീരമായി ജന്മിത്വത്തെ വെല്ലുവിളിച്ചതാണ്, ജന്മിത്വത്തോട് ഏറ്റുമുട്ടിയത്. അതിനെ തുടർന്നുണ്ടായ പോലീസ് തേർവാഴ്ച, ആ പോലീസ് തേർവാഴ്ചയിൽ ധീരമായ പ്രതിരോധം തീർക്കാൻ ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് സാധിച്ചു. അതെക്കാലത്തും അഭിമാനിക്കാവുന്നതാണ്. അന്ന് ചില പോലീസുകാർ ഇവിടെ കൊല്ലപ്പെട്ടു എന്നത് നിരന്തരവും ഏകപക്ഷീയവുമായ പോലീസ് വേട്ടയെ ധീരമായി പ്രതിരോധിച്ച ഒരു നാടിന്റെ ജനകീയ പ്രതിരോധമാണ്. എത്ര സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു? 10 പേരാണ് ശൂരനാടിന്റെ രക്തസാക്ഷികൾ. അത് പോലീസ് ലോക്കപ്പിൽ രക്തസാക്ഷിത്വം വരിച്ച 5 പേർ. കൊടിയ മർദ്ദനങ്ങളെ തുടർന്ന് പിന്നീട് രക്തസാക്ഷിത്വം വരിച്ചവർ പോലീസ് ഒന്ന് കുടിച്ചുകൂടിയിട്ടുണ്ടാവാം എന്ന് സംശയിക്കുന്ന 2 സഖാക്കൾ, രാമൻ നായരും കുഞ്ഞച്ചനും. പിന്നീട് ഒരിക്കലും അവർ പുറംലോകം കണ്ടില്ല. എല്ലാം ചേർന്നാൽ 10 സഖാക്കൾ, 10 പേരുടെ ഐതിഹാസികമായ രക്തസാക്ഷിത്വം. ജന്മിത്വ വിരുദ്ധ സമരത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യരക്തം കൊണ്ട് എഴുതിയ ഇതിഹാസ സമാനമായ ഒരേട്, അതാണ് ഈ ശൂരനാട്. ആ ശൂരനാട് സംഭവത്തെ തുടർന്ന് ഒളിവിൽ കഴിയുമ്പോഴാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ തോപ്പിൽ ഭാസി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം എഴുതുന്നു. അദ്ദേഹം ഒളിവിൽ കഴിയുന്നു, പോലീസിന്റെ വേട്ടയാടലിനെ നേരിടുന്നു. ചുറ്റും നോക്കുമ്പോൾ ദേശവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് വേട്ട നടക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ചു കൊല്ലുന്നു. രാജ്യവ്യാപകമായ ആ കമ്മ്യൂണിസ്റ്റ് വേട്ടയോടുള്ള ഒരു തീക്ഷ്ണ പ്രതികരണം എന്ന നിലയിലുള്ള സർക്കാർ സൃഷ്ടിയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം. ആ നാടകം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റത്തിലും ചെറുതല്ലാത്ത പങ്കു വഹിച്ചു എന്ന് നമുക്കറിയാം. ഇന്നിപ്പോ 7.5 പതിറ്റാണ്ട് പിന്നിടുകയാണ് ശൂരനാട് രക്തസാക്ഷിത്വം. ശൂരനാട് രക്തസാക്ഷിത്വം ഉൾപ്പെടെ കേരളത്തിന്റെ ഭൂതകാലം നമ്മോട് വിളിച്ചു പറയുന്ന ചെറുതും വലുതുമായ സമരങ്ങൾ, ആ സമരങ്ങളുടെ ഭാഗമായി നേരിടേണ്ടി വന്ന അടിച്ചമർത്തലുകൾ, മഹാത്യാഗങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് ആധുനിക കേരളം രൂപപ്പെടുത്തിയത്. ഇന്നിപ്പോ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ, അതിന്റെ ഭാഗമായ മറ്റ് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെല്ലാം വലിയൊരളവോളം ഇല്ലായ്മ ചെയ്യാൻ തുടച്ചു നീക്കാൻ നമുക്ക് കഴിഞ്ഞു. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അവകാശബോധത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അവരെ അഭിമാനബോധമുള്ള മനുഷ്യരാക്കി മാറ്റാൻ, അവരെ ഏത് വലിയ ശത്രുവിനോടും നേരിട്ട് എതിർക്കാനുള്ള ആത്മവിശ്വാസം പകർന്നു നൽകാൻ ഒക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നാം ഏറ്റെടുത്ത മഹത്തായ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. ഈ മഹത്തായ പൈതൃകം ഒരു ഉലച്ചിലുമേൽക്കാതെ ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ കാലം അത് ആവശ്യപ്പെടുന്നുമുണ്ട്. ഇപ്പോ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ സങ്കീർണമായ വെല്ലുവിളികളെ നേരിടുകയാണ്. മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതെന്ന ചോദ്യത്തിന് ഒരു പുസ്തകവും മറിച്ചു നോക്കേണ്ടതില്ല. അത് വർഗീയതയാണ്. ആ മഹാവിപത്ത് രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ എത്തിച്ചത്. വർഗീയത യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വേരുപിടിക്കാൻ പാടില്ലാത്തതായി. കാരണം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇന്ത്യ ചരിത്രത്തിൽ വർഗീയതയ്ക്ക് വേരുകളില്ല എന്ന് കണ്ടെത്താൻ കഴിയും. ഞാനതിന്റെ ചരിത്ര വിശകലനത്തിലേക്ക് സൂക്ഷ്മമായി കടന്നു പോകുന്നില്ല. പക്ഷേ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മതനിരപേക്ഷത എന്ന വാക്കിന്റെ പിറവിക്ക് മുൻപ് ആ ആശയത്തെ പ്രതിനിധാനം ചെയ്ത ഒരു ജനവിഭാഗമാണ് ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂപ്രദേശത്തുണ്ടായിരുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ സെക്യുലറിസം എന്ന വാക്കൊരു ആധുനിക വാക്കാണ്. 1000 വർഷങ്ങളുടെ പഴക്കം ഒരുപക്ഷെ ആ വാക്കിനുണ്ടാകും. എന്നാൽ ആ വാക്കിന്റെ പിറവിക്കും മുൻപ് 1000കണക്കിന് വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാലും അന്നത്തെ സമൂഹം, നമ്മുടെ ഈ ഭൂപ്രദേശത്ത് അധിവസിച്ച സമൂഹം മതനിരപേക്ഷത എന്ന ആശയത്തെ ഉൾക്കൊണ്ടിരുന്നു എന്ന് കാണാൻ പറ്റും. അശോകന്റെ കാലഘട്ടം സ്കൂളിൽ നമ്മൾ അശോക ചക്രവർത്തിയെ കുറിച്ച് പഠിക്കും.
അശോകനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ പരാമർശം കലിംഗ യുദ്ധാനന്തരം ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തിയാണ് അശോകൻ. കലിംഗ യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിരാശാഭരിതമായ മനസ്സോടെ ബുദ്ധമതം സ്വീകരിച്ച ആളല്ല. യുദ്ധത്തിൽ ജയിച്ചു, വിജയശ്രീലാളിതനായി വിജയിയായി യുദ്ധഭൂമി സന്ദർശിക്കാൻ ചെന്നു. അപ്പൊ അവിടെ കണ്ട കാഴ്ചകളാണ് ചതഞ്ഞരഞ്ഞ് ചിതറിത്തെറിച്ച് കിടക്കുന്ന മനുഷ്യരുടെ മൃതശരീരങ്ങൾ, ഒഴുകിപ്പടർന്ന രക്തം, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ, കണ്ണുനീരും ചോരയും കൂടിക്കുറഞ്ഞ അനുഭവങ്ങൾ. അത് കണ്ടപ്പോഴാണ് ഭൗതികമായ വിജയങ്ങളുടെ അർത്ഥരാഹിത്യത്തിൽ തിരിച്ചറിഞ്ഞ് മനസ്സുമടുത്ത് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചു. ബുദ്ധമതം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഒരു പ്രയോഗമാണ്, ഒരു പച്ചമലയാളമല്ല. പച്ചമലയാളം മതം മാറി, അശോകൻ മതം മാറി. അന്ന് ബുദ്ധമതം ഭൂരിപക്ഷത്തിന്റെ മതമല്ല, മൈനോറിറ്റി റിലീജിയനാണ്, ന്യൂനപക്ഷ മതമാണ്. ആ ന്യൂനപക്ഷ മതം സ്വീകരിച്ചു. ആര്? രാജാവ്. പ്രജകളോ അവിടുത്തെ സാമാന്യ ജനമോ രാജാവിന്റെ മതം മാറ്റത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപത്തിന് വഴിമരുന്നിടുന്ന വാർത്തയായി ആ സമൂഹം സ്വീകരിച്ചതേയില്ല. അത് രാജാവിന്റെ വ്യക്തിപരമായ ഒരു തീരുമാനം. രാജാവിന് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കട്ടെ, അതിൽ നമുക്കെന്ത് വേണം എന്ന നിലപാടാണ് അന്നത്തെ പ്രജകൾ സ്വീകരിച്ചത്. രാജാവിന്റെ മതപരിവർത്തനം ഏതെങ്കിലും തരത്തിലുള്ള കലാപങ്ങൾക്ക് തിരികൊളുത്തിയതായി ചരിത്രത്തിൽ എവിടെയുമില്ല. രാജാവിന്റെ മതം മാറ്റത്തെ പോലും ഒരു സ്വാഭാവികമായ കാര്യമെന്ന പോലെ ഒട്ടൊക്കെ നിസ്സംഗമായി കാണാനുള്ള ഔന്നത്യം അന്നത്തെ സമൂഹത്തിന്റെ ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ ഏതെങ്കിലും ഒരു സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരൻ മറ്റേതെങ്കിലും ഒരു സമുദായത്തിലെ ചെറുപ്പക്കാരിയെ പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ അതൊക്കെ നടക്കുന്നുണ്ടോ നാട്ടിൽ? എന്നാലും ചില കോണുകളിൽ അത് തുറക്കാനാവാത്ത ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ചിലരുടെ പ്രതികരണങ്ങൾ കണ്ടാൽ ഒരു മൂന്നാം ലോക യുദ്ധത്തിന്റെ കാരണമായിട്ട് ഇത് മാറിയേക്കുമോ എന്ന സംശയം നമുക്ക് തോന്നും. പക്ഷെ ആ കാലഘട്ടത്തിൽ രാജാവിന്റെ മതമാറ്റത്തെ പോലും ഒരു വ്യക്തിയുടെ തീരുമാനം എന്ന നിലയിൽ കാണാനുള്ള ആർജവം ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസം, മതം ഇതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്ന് കണക്കാക്കാനുള്ള ആർജവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഭരണപരമായ കാര്യങ്ങളിൽ, രാജ്യഭരണത്തിന്റെ കാര്യത്തിൽ മതം ഒരു പരിഗണനാ വിഷയമായിരുന്നില്ല എന്നതാണ് വസ്തുത. പിന്നീട് നിങ്ങൾ നോക്കൂ, മുഗൾ ഭരണവും ഡൽഹി സുൽത്താനേറ്റും ബ്രിട്ടീഷ് ഭരണവും എല്ലാം ഉണ്ടപ്പോഴും ഏതെങ്കിലും മതപരമായ പ്രശ്നം ഇത്തരം ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ടോ? ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുമ്പോൾ മതപരമായി ചിന്തിച്ചാൽ ഭരണനിർവഹണത്തിനായി ബ്രിട്ടനിൽ നിന്ന് നിയോഗിക്കപ്പെട്ടവരൊക്കെയും ക്രൈസ്തവരായിരുന്നു. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ക്രൈസ്തവർ. മൗണ്ട് ബാറ്റൺ മുതൽ പുറകിലേക്ക് നോക്കിയ ഡഫറിനും മിർവിനും മൊണ്ടേഗുവും ജെംസ്ഫോർഡും കനോലിയും എല്ലാവരും ക്രൈസ്തവരും. ആസേതു ഹിമാലയം ആഞ്ഞടിച്ച മഹാസമരങ്ങൾ, സ്വാതന്ത്ര്യ സമര മുഖങ്ങൾ, എവിടെയെങ്കിലും ക്രിസ്ത്യാനിക്ക് ഇന്ത്യ ഭരിക്കാൻ എന്ത് അവകാശം എന്ന വർഗീയമായ ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മതനിരപേക്ഷമായി. ബ്രിട്ടന്റെ മതത്തെ തൊട്ട് കളിക്കാനേ പോയിട്ടില്ല, ബ്രിട്ടനെ എതിർത്തു. മതം മറ്റൊരു പ്രശ്നമാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ദേശീയ പ്രസ്ഥാനമോ ഒന്നും പരിശ്രമിച്ചിട്ടില്ല. അത് മുഗൾ ഭരണകാലത്തും ഒക്കെ കാണാം. ഭരിക്കുന്നവന്റെ മതം ഇവിടെ പ്രശ്നമായിരുന്നില്ല. ഇങ്ങനെയെല്ലാമുള്ള പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാജ്യത്ത് എങ്ങനെ വർഗീയത വളർന്നു? അത് ഗൗരവതരമായ പരിശോധന അർഹിക്കുന്ന ഒരു വിഷയം. ഇന്ത്യൻ വർഗീയതയുടെ ചരിത്രം സംബന്ധിച്ച പരിശോധനയിൽ ആദ്യം പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടി വരിക കണിശമായും കോൺഗ്രസിന്. ഒരു സംശയമില്ല. കോൺഗ്രസ് 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യ സ്വതന്ത്രയാവും. ബ്രിട്ടൻ അധികാരം കൈമാറി. നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് 15 അംഗങ്ങളാണ്. ആദ്യ ഇന്ത്യൻ ക്യാബിനറ്റിൽ 15 അംഗങ്ങളാണ്. ദേശീയ സ്വകാര്യതയുള്ള മഹത് വ്യക്തിത്വങ്ങൾ പലരും ഉണ്ടത്. ഡോക്ടർ BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബുൽ കലാം ആസാദ്, മലയാളിയായ ജോൺ മത്തായി, രാജ്കുമാരി അമർ കൗർ, അങ്ങനെ പലരും. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ ഈ ഗണത്തിൽപ്പെടുന്നയാളായിരുന്നില്ല. കൂട്ടത്തിൽ ചേരാത്ത ഒരാൾ ആരായിരുന്നു? ഹിന്ദു മഹാസഭയുടെ നേതാവ്, 24-കാരൻ RSSകാരനായ, RSSന്റെ നിർദ്ദേശത്തെ തുടർന്ന് പിന്നീട് ഭാരതീയ ജനസംഘം രൂപീകരിച്ചപ്പോ അതിന്റെ സ്ഥാപകനായി മാറിയ ശ്യാമപ്രസാദ് മുഖർജി, ഡോക്ടർ ശ്യാമപ്രസാദ്. എങ്ങനെ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഒരു RSSകാരൻ അംഗമായി? ഈ ചോദ്യത്തിന്റെ മറുപടി പറയാൻ ഇന്ന് നെഹ്റു നമ്മോടൊപ്പം ഇല്ല. പക്ഷെ കോൺഗ്രസ് മറുപടി പറയേണ്ടതുണ്ട്. നെഹ്റു തന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും മിക്കപ്പോഴും മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചയാളായിരുന്നു. ആ കാര്യത്തിൽ സംശയമില്ല. സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ എമ്പാടും വിയോജിപ്പുകൾ ഉണ്ടാകാമെങ്കിലും ഉറച്ച മതനിരപേക്ഷവാദി എന്ന നിലയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുള്ള ആഭിമുഖ്യം
ഒരു തടസ്സവുമില്ലാതെ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ മറ്റു പല നിലയിൽ നെഹ്റുവിനെ ആദരവോടെ കാണാൻ തടസ്സവുമില്ല. പക്ഷെ അപ്പോഴും കാലത്തിന് പരിഹരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ കുറ്റകൃത്യത്തിന്റെ പങ്കാളിയായി നെഹ്റു മാറി എന്ന ചരിത്രമായി. 1947 സ്വതന്ത്ര ഇന്ത്യയിൽ വലതുപക്ഷം വർഗീയതയുമായി നേരിട്ട് സഖ്യം ചെയ്യുന്നതിന്റെ ആരംഭം അവിടെ നിന്ന് തുടങ്ങിയതാണ്. കൃത്യം 10 കൊല്ലം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു 57. ആ ചരിത്രമൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ശങ്കരനാരായണൻ തമ്പി കേരളത്തിന്റെ സ്പീക്കറായി, തോപ്പിൽ ഭാസി ജനപ്രതിനിധിയായി, കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലും സൂര്യനാട് ചർച്ച ചെയ്യപ്പെടുന്ന ഇടം നേടി EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. പിന്നീട് വിമോചന സമരം ഉണ്ടായി. ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജാതിമത സാമുദായിക ശക്തികളെയാകെ അണിനിരത്തിയ ഏറ്റവും പ്രതിരോധകരമായ ഒരു സമരം എന്നതോടൊപ്പം ആ സമരത്തിന്റെ സജീവ പിന്തുണക്കാർ RSS ആയിരുന്നു. അതാണ് ചരിത്രം. കേരളത്തിൽ ആദ്യമായി ഒരു സമരത്തിന് RSS പിന്തുണ പ്രഖ്യാപിക്കുന്നത് വിമോചന സമരത്തിനാണ്. കോൺഗ്രസിന്റെ സമരം. വിമോചന സമരത്തിന്റെ മുഖത്ത് കോൺഗ്രസും RSSഉം കൈകോർത്താണ് ഒരുമിച്ചാണ്. 59 ആ ഗവൺമെന്റിനെ പിരിച്ചു. ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ ശിശു സഹജമെന്ന് വിമർശിക്കപ്പെടുന്ന പിടിവാശി ഇന്ദിരാഗാന്ധി പ്രകടിപ്പിച്ചപ്പോ ഒരു വേള പുത്രീവത്സരനായ പിതാവ് മാത്രമായി നെഹ്റു മാറി എന്ന വിമർശനം ചരിത്രത്തിലുടനീളം ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഭരണഘടനയെ ദുരുപയോഗം ചെയ്ത് കേരളത്തിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1960 അഥവാ രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഐക്യ കേരളത്തിലെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രിയായിരുന്ന EMS മത്സരിക്കുന്നത് പട്ടാമ്പിയിൽ. എന്ത് വില കൊടുത്തും EMSനെ തോൽപ്പിക്കണം എന്ന് കോൺഗ്രസ് തീരുമാനിക്കും. അവിടുത്തെ ഒരു പുറാണിയായ ശ്രീ എ. രാഘവൻ നായർ EMSനെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടു. 1960 തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ആദ്യമായി RSS തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. RSS എന്ന് പറഞ്ഞാൽ ജനസംഘം. അന്നത്തെ BJP ജനസംഘമാണ്, ഭാരതീയ ജനസംഘം. ജനസംഘം കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 60 57 മത്സരിച്ചിട്ടില്ല. അന്നും എല്ലാ സീറ്റിലും ഇല്ല. 4 സീറ്റ് തെരഞ്ഞെടുത്തു മത്സരിക്കാൻ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ദീനദയാൽ ഉപാധ്യായ നേരിട്ട് കേരളത്തിലേക്ക് വന്നു. ആ 4 സീറ്റിൽ ഒന്ന് പട്ടാമ്പിയായി. പട്ടാമ്പിയിൽ EMSനെതിരായി സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് ശ്രീ P. മാധവ മേനോനെയായി. 3 സ്ഥാനാർത്ഥികളും പ്രചരണം ആരംഭിച്ചു. ഒരു ഘട്ടം പിന്നിട്ടു. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ദീനദയാൽ ഉപാധ്യായെ നേരിട്ട് സന്ദർശിച്ചു. RSSന്റെ മറ്റു നേതാക്കന്മാരും ഒപ്പമുണ്ടായി. കോൺഗ്രസ് പറഞ്ഞു, ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെയും നിങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കണം, EMSനെ തോൽപ്പിക്കണം. നമ്മുടെ 2 കൂട്ടരുടെയും ലക്ഷ്യം ഒന്നായ സ്ഥിതിക്ക് നമ്മൾ എന്തിന് രണ്ടായി നിന്ന് മത്സരിക്കണം? നമുക്ക് എന്തുകൊണ്ട് ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ചുകൂടാ? ആ നിർദ്ദേശം ദീനദയാൽ ഉപാധ്യായ സ്വീകരിച്ചു. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി മാധവ മേനോനെ പിൻവലിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാഘവൻ നായരെ ജനസംഘത്തിന്റെ കൂടി സ്ഥാനാർത്ഥിയാക്കി മാറ്റി. RSSഉം കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചു. പക്ഷെ പട്ടാമ്പിയിലെ ജനങ്ങൾ ആ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ പ്രതിരോധിച്ചു, പരാജയപ്പെടുത്തി. തുടർന്നുള്ള കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറെയും കുറഞ്ഞു ഈ വർഗീയ വലതുപക്ഷ കൂട്ടുകെട്ട് പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാം. ആ ചരിത്രം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അത് 71 91 ഒക്കെ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2024 തൃശ്ശൂരിൽ നിന്നും താമരയടയാളത്തിൽ ഒരാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിച്ചു. എങ്ങനെ ജയിച്ചു? ഈ കൂട്ടുകെട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. 1,00,000 വോട്ട് തലയണ്ടി കൊടുക്കാം എന്നാണ് കരാർ. 1,00,000 കോൺഗ്രസിലെ സജീവാംഗങ്ങളുടെ വോട്ട് BJPക്ക് കൊടുക്കാം എന്നാണ്. വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ 86,965 വോട്ട് കൊടുത്തു. കൈപ്പത്തി അടയാളത്തിൽ തൊട്ട് മുൻപിലത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ ഇത്രയും വോട്ടിന്റെ കുറവാണ്. നമുക്കോ ഒരൊറ്റ വോട്ട് കുറഞ്ഞില്ല, 1 വോട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടുക്കും ചിട്ടയുമാർന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 16,000-ൽ പരം വോട്ട് നമുക്ക് കൂടുതൽ സമാഹരിക്കാൻ കഴിയും. പക്ഷെ എന്തു കാര്യം? 1,00,000 വോട്ട് അപ്പുറത്ത് കൊടുത്തിരിക്കുകയാണ്. അതിന്റെയും ഒരു തുടർ പ്രതികരണമാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യുപകാരം ഇപ്പോ നമ്മൾ കണ്ടു. നമ്മുടെ നാടിനെ വിപൽക്കരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് ഇപ്പൊ നയിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഭാഗത്ത് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന RSSുമായ നീക്കുപോക്കുകൾ, ധാരണകൾ, കൂട്ടുകെട്ട്. അതിന്റെ കൂടെ ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ് ഇസ്ലാമിക വർഗീയതയെ ഒപ്പം കൂട്ടുന്നു. ജമാഅത്തെ ഇസ്ലാമി, SDPI കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിലും മറ്റേ കൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലുമാണ്. ഇരു വർഗീയതയെയും ഒപ്പം നിർത്തി
കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ നോക്കുമോ? അതാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്ത് നമ്മുടെ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വിപൽക്കരമായ വെല്ലുവിളി നേരിടുന്ന, വർഗീയ വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടം. ഇവിടെ കേരളത്തിന്റെ ആർജിത നേട്ടങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ, നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ അടിത്തറയിൽ ഉറപ്പിച്ചു നിർത്താൻ ഒക്കെ രാജ്യവ്യാപകമായി വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷവാദികളുടെ മഹാ ഐക്യം ഉയർന്നു വരേണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഐക്യം സ്വാഭാവികമായും RSSനും ജമാഅത്തെ ഇസ്ലാമിക്കും കോൺഗ്രസിനും എല്ലാം എതിരായ ഒരു വിശാല ജനാധിപത്യ ഐക്യമായി വരികയല്ലാതെ മാർഗമില്ല. ആധുനിക കേരളം, നവകേരളം യാഥാർത്ഥ്യമാവണമെങ്കിൽ എല്ലാ തരം വർഗീയതയെയും ആ വർഗീയതയെ പിന്തുണയ്ക്കുന്ന ശക്തികളെയും ഒറ്റപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ശൂരനാട് രക്തസാക്ഷികളുടെ മരണമില്ലാത്ത ഓർമ്മകൾ നമുക്ക് കരുത്തേറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ശൂരനാടുകാർ, ഇവിടെ ഇരിക്കുന്നവരിൽ രക്തസാക്ഷി കുടുംബാംഗങ്ങളായ ആളുകളുണ്ട്. അന്ന് പോലീസിന്റെ തേർവാഴ്ചക്കിരയായി വലിയ ഭേദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെട്ട മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ പോരാളികളുടെ പിന്മുറക്കാരും നിങ്ങളെല്ലാം ഈ ശൂരനാട് ജനിക്കാൻ കഴിഞ്ഞവരാണ് എന്ന നിലയിൽ അഭിമാനിക്കാൻ കഴിയുന്നവരാണ്. നിങ്ങളെ ഈ നാട്, നമ്മുടെ സംസ്ഥാനം, കേരളം തന്നെ വിപ്ലവകാരികളുടെ പിന്മുറക്കാർ, രക്തസാക്ഷികളുടെ പിന്മുറക്കാർ എന്ന നിലയിൽ ആദരവോടെയാണ്, അത്യധികം സ്നേഹാദരങ്ങളോടെയാണ് കാണുന്നത്. ജന്മിത്വത്തിനെതിരെ ആ കാലത്ത് സങ്കല്പിക്കാനാവാത്ത ധീരതയോടെ ഏറ്റുമുട്ടിയ വിപ്ലവകാരികൾ, യോദ്ധാക്കൾ. ആ വിപ്ലവകാരികളുടെ കരുത്തും വിപ്ലവ വീര്യവും കൈമോശം വന്നു പോകാതെ ഈ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാനുള്ള ഇന്ധനമായി ഉള്ളിലെന്നും ജ്വലിച്ചു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ശൂരനാട് രക്തസാക്ഷി വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദം.